ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ തവണ 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. Where is the clutch located? Where is the clutch located? Option A, between transmission and engine, between transmission and rear axle, between transmission and propeller shaft, between transmission and differential. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ലേ ഔട്ട്, നമ്മളെ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ചേസിസിൻ്റെ ലേ ഔട്ട്, ചേസിസുമായി ബന്ധപ്പെട്ടുള്ള ലേ ഔട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ക്ലച്ച് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലച്ച് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ്റെയും എഞ്ചിൻ്റെയും ഇടയിലാണോ, ട്രാൻസ്മിഷൻ്റെയും റിയർ ആക്സിലിൻ്റെയും ഇടയിലാണോ, ട്രാൻസ്മിഷൻ്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെയും ഇടയിലാണോ, ട്രാൻസ്മിഷൻ്റെയും ഡിഫറൻഷ്യലിൻ്റെയും ഇടയിലാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ലേ ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു ലേ ഔട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ക്ലച്ച് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു ഭാഗം കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ഫ്ലൈ വീൽ, എഞ്ചിൻ്റെ ഭാഗം തന്നെ ആയിട്ടുള്ള ഒരു ഫ്ലൈ വീലും കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് പറയാം. ഈ ഫ്ലൈ വീലും ക്ലച്ച് മുതലാണ് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയാം. ട്രാൻസ്മിഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഫ്ലൈ വീല്, ക്ലച്ച്, ദെൻ നെക്സ്റ്റ് ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ ജോയിൻറ്റ് വിത്ത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പറയാം. അതിനുശേഷം ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ എന്നിങ്ങനെയാണ് നമുക്ക് പോകുന്നത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ക്ലച്ച് ആരുടെയൊക്കെ ഇടയിലാണ് ഇത് ക്ലച്ച് എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ക്ലച്ച് ആരുടെയൊക്കെ ഇടയിലായിരിക്കും? എഞ്ചിനും ഗിയർ ബോക്സും ഉണ്ടെങ്കിൽ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഇടയിൽ എന്ന് പറയാം. ഇനി എഞ്ചിൻ ഇല്ലാതെ ജസ്റ്റ് ചില സമയങ്ങളിൽ ഫ്ലൈ വീൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്ലൈ വീലിനും ഗിയർ ബോക്സിനും ഇടയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. സോ നമ്മുടെ ഓപ്ഷൻസിൽ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിൻ എന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നത് ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് എ കോൺ ക്ലച്ച്? Option A, it is silent in operation. Option B, it becomes difficult to disengage the clutch when the cone angle is less than 20 degree. Option C വരുന്നത് the normal force on the contact surface is larger than the axial force. Option D വരുന്നത് same torque can be transmitted for the same size as the plate clutch. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൽ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു കോൺ ക്ലച്ചിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺ ക്ലച്ച്, നമ്മൾ ക്ലച്ചിൻ്റെ കാര്യത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ആദ്യം പഠിക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്ലച്ചുകളാണ് ഉള്ളത് എന്നുള്ളത് പറയാം അല്ലേ. നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലച്ച്, അതേപോലെ തന്നെ ഫ്രിക്ഷൻ ക്ലച്ച് എന്നിങ്ങനെ രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രിക്ഷൻ ക്ലച്ചിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പഠിക്കുന്ന ക്ലച്ചാണ് കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. ഇന്ന് ഇത് ഒബ്സലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ഇന്നില്ല എങ്കിലും നമുക്ക് എന്താ കോൺ ക്ലച്ച് എന്താ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. കോൺ ക്ലച്ച് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തന്നെ സൈലന്റ് ഇൻ ഓപ്പറേഷൻ. അത് ഓപ്പറേഷൻ സൈലന്റ് ആണ്, അത് ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്, പ്രത്യേകം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഡിസെൻഗേജ് ദ ക്ലച്ച് വെൻ ദ കോൺ ആംഗിൾ ഈസ് ലെസ് ദാൻ 20 ഡിഗ്രി. 20 ഡിഗ്രീൻ്റെ താഴത്തോട്ടാണ് കോൺ ക്ലച്ചിൻ്റെ കോൺ ആംഗിൾ വരുന്നതെങ്കിൽ, കോൺ ആംഗിൾ എന്താണെന്നുള്ളത് നമുക്ക് കോൺ ക്ലച്ചിൻ്റെ ഫിഗർ വെച്ചിട്ട് തന്നെ പറയാം. അങ്ങനെ വരുന്നത് എങ്കിൽ അത് ഡിസെൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫിക്കൽട്ടും കാര്യങ്ങളുമാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണ്? ഇത് നോർമൽ ഫോഴ്സ് ഓൺ ദി കോൺടാക്ട് സർഫസ് ഈസ് ലാർജർ ദാൻ ദി ആക്സിയൽ ഫോഴ്സ്. നമ്മൾ ആക്സിലിൽ കൊടുക്കുന്ന ഫോഴ്സും അതേപോലെ തന്നെ അതിൽ കോൺടാക്ട് സർഫസിൽ വരുന്ന നോർമൽ ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സും തമ്മിലുള്ള കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത് എന്താ? സെയിം ടോർക്ക് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫോർ ദി സെയിം സൈസ് ആസ് ദി പ്ലേറ്റ് ക്ലച്ച്. പ്ലേറ്റ് ക്ലച്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം സൈസ് ആണെങ്കിൽ സെയിം ടോർക്ക് തന്നെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊരു കോൺ ക്ലച്ച് എന്താ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം.
അല്ലേ? അതിനെന്തായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക? മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക 3 ഭാഗങ്ങളാണ്. നമുക്കൊരു ഫീമെയിൽ കോൺ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു മെയിൽ കോൺ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫ്രിക്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. നമ്മളൊരു ക്ലച്ച് ആവുമ്പോൾ നമുക്കറിയാം ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റും ഒരു ഡ്രിവൺ ഷാഫ്റ്റും എപ്പോഴും ഉണ്ടാവും, അല്ലേ? ഡ്രൈവ് വരുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡ്രൈവ് പോകുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. നമ്മൾ നോർമലി ഡ്രൈവർ ഷാഫ്റ്റ്, അതേപോലെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റ് എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ അതിൽ മെയിൽ കോൺ എന്താ, ഫീമെയിൽ കോൺ എന്താ, ഫ്രിക്ഷൻ ഏരിയ എന്താ എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ നോർമലി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മളുടെ കോൺസിൽ വരുന്ന മെയിൽ കോൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഫീമെയിൽ കോൺ, ഇതാണ് ഫീമെയിൽ കോണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മളുടെ മെയിൽ കോൺ വരുന്നത്. ഈ മെയിൽ കോണും ഫീമെയിൽ കോണിന്റെ ഇടയിലാണ് ലോക്കായിട്ട് നിൽക്കുന്നത്. അതിന്റെ പുറത്തായിട്ട്, ഈ മെയിൽ കോണിന്റെ പുറത്തായിട്ട് ഔട്ടർ സർഫസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും ഈ കോൺ ക്ലച്ചിന്. ഈ കോണിന്റെ ഒരു ആംഗിൾ, ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അതിന്റെ ഓപ്ഷനായിട്ടും വന്നത്. എന്താണ്? when the cone clutch is when the cone angle is too small, typically less than 20 ഡിഗ്രിക്കും താഴെയാണെങ്കിൽ wedging occurs due to the increased friction, making it hard to disengage the clutch. നമുക്ക് 20 ഡിഗ്രിക്കും താഴെയാണ് ഈ കോൺ ക്ലച്ചിന്റെ ഈ ആംഗിൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായിരിക്കും? ഡിസെൻഗേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് കോൺ ക്ലച്ചിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ കോൺ ക്ലച്ച് ഒബ്സലേറ്റ് ചെയ്ത് പോകുന്നതിന് കാരണം തന്നെയായിരുന്നു. കാരണം ഇതിന് ഫ്രിക്ഷനിൽ, ഈ ഒരു ഫ്രിക്ഷൻ ഏരിയക്ക് എന്ത് ചെയ്യും? തേയ്മാനം വരുമ്പോൾ നമ്മൾക്ക് കറക്റ്റ് ഒരു റേഷ്യോയിലൊന്നും എന്ത് സംഭവിക്കില്ല, അവിടെ ആ കറക്റ്റ് ആയിട്ടുള്ള ആംഗിൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം കൂടി കാരണം തന്നെയാണ് കോൺ ക്ലച്ച് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഡിസെൻഗേജ് ദി ക്ലച്ച് വെൻ ദ കോൺ ആംഗിൾ ഈസ് ലെസ് ദാൻ 20 ഡിഗ്രി, അല്ലേ? ഓപ്ഷൻ 20 ഡിഗ്രിക്ക് ബി ആണ്. 20 ഡിഗ്രിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഡിസെൻഗേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് കോൺ ക്ലച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ വിച്ച് ഓഫ് the gearbox all gears are always in contact? Option A constant mesh gearbox, option B sliding mesh gearbox, option C synchro mesh gearbox, option D epicyclical gearbox. ഈ ഗിയർ ബോക്സിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് പല ആളുകളും ആൻസേഴ്സ് നല്ല രീതിയിൽ തെറ്റിക്കാറുണ്ട്. അതിന് കാരണം നമ്മൾ ഗിയർ ബോക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ആദ്യം മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സെമി ഓട്ടോമാറ്റിക്, നമ്മൾ CVT, AMT എന്നിങ്ങനെ കുറേ അധികം ട്രാൻസ്മിഷൻ സിസ്റ്റംസ് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സും എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ട്രാൻസ്മിഷൻ തുടങ്ങുമ്പോൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സും എന്നാണ് തുടങ്ങേണ്ടത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത പഠിക്കാൻ ഏറ്റവും നല്ലത് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. കാരണം നമ്മൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാർട്സ് ഒക്കെ പഠിക്കും. ലേ ഷാഫ്റ്റ് ഉണ്ട്, മെയിൻ ഷാഫ്റ്റ് ഉണ്ട്, ക്ലച്ച് ഷാഫ്റ്റ് ഉണ്ട്, ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സ്, മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സ്, മെയിൻ ഷാഫ്റ്റിലൂടെ ഗിയേഴ്സ് സ്ലൈഡ് ചെയ്ത് പോകും എന്നൊക്കെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് അതിനെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ദെൻ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലോട്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മാറ്റം എന്താണ് എന്നുള്ളതാണ് പഠിക്കുക. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ എല്ലാ ഗിയേഴ്സും ആൾവേസ് കോൺടാക്റ്റിലായിരിക്കുമോ? അല്ല, കോൺടാക്റ്റിലായിരിക്കില്ല. പക്ഷേ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലോട്ടാകുന്ന സമയത്ത് ആ ഗിയേഴ്സ് എല്ലാം തന്നെ ഓൾവേസ് കോൺടാക്റ്റിലായിരിക്കും. മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സും ഓൾവേസ് ഇൻ കോൺടാക്റ്റ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക? കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്. ഇവിടെ നമുക്കൊരു ഡോഗ് ക്ലച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഡബിൾ ഡി ക്ലച്ചിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ആണ് നമ്മൾ നോർമലി പറയാറുള്ളത്, നമ്മൾ പഠിക്കാറുള്ളത്. ഈ മൂന്നെണ്ണം ഒന്നിച്ചൊരു കോംബോ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇനി സിങ്ക്രോ മെഷ് ഗിയർ ബോക്സിന്റെ സമയത്ത് നമ്മൾ ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഓൾവേസ് ഇൻ കോൺസ്റ്റന്റ് മെഷ് ആയപ്പോൾ അതേപോലെ തന്നെ സിങ്ക്രോ മെഷിലോട്ട് ആവുന്ന സമയത്തും ഓൾവേസ് ഇൻ കോൺടാക്ട്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഡോഗ് ക്ലച്ചിന്റെ ഡബിൾ ഡി ക്ലച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സിങ്ക്രണൈസർ റിംഗ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ? ഒരു സിങ്ക്രണൈസർ റിംഗ് അല്ല, സിങ്ക്രണൈസിങ് യൂണിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു മെയിൽ കോണും ഫീമെയിൽ കോണും റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹബ്ബും ലോക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ തോന്നുന്നത്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗിയർ ബോക്സ് ആൾ ഗിയേഴ്സ് ആർ ഓൾവേസ് ഇൻ കോൺടാക്ട്. അപ്പോൾ നമ്മൾ സിങ്ക്രോമെഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും സിങ്ക്രോമെഷനിലും എല്ലാ ഗിയേഴ്സും ഓൾവേസ് ഇൻ കോൺടാക്ട് ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. കാരണം സ്ലൈഡിംഗ് മെഷിൽ എല്ലാം കോൺടാക്റ്റിലല്ല, അതിന് കോൺസ്റ്റന്റ് മെഷ് ഗിയറിലോട്ടാകുമ്പോൾ എല്ലാം കോൺടാക്റ്റിലാണ്. ഇതേ സിമിലർ ആയിട്ട് വരുന്ന
മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡബിൾ ഡീക്ലച്ചിങ് ആവശ്യമില്ലാത്ത ഗിയർ ബോക്സ് ഏത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിന് ആൻസറും സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ആണ് അതിൻ്റെ പ്രോപ്പർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ നമ്മൾ ചിന്തിക്കും ചില ആളുകൾ ചിന്തിക്കാറുണ്ട് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ എന്തിനാ ഡബിൾ ഡീക്ലച്ചിങ് ആവശ്യമില്ലല്ലോ, അപ്പോൾ ഓപ്ഷനിൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഉണ്ടെങ്കിൽ അത് കയറിയാണ് ആൻസർ മാർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് പിന്നെ നമ്മൾ ഈ എപ്പിസൈക്കിളൊക്കെ നോക്കുന്നതൊക്കെ എന്തായിരിക്കും ഓൾവേസ് ഇൻ ഗിയർ കോൺടാക്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ PSCയുടെ ആൻസർ എന്ന് പറയുന്നതും നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ആർ യൂസ്ഡ് വെൻ ദ ഷാഫ്റ്റ്സ് ആർ ഇൻക്ലൈൻഡ്? Which type of joints are used when the shafts are inclined? Option A, pivot joint. Option B, hinge joint. Option C, ball and socket joint. Option D, universal joint. 4 ജോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഷാഫ്റ്റ്സ് ആർ ഇൻക്ലൈൻഡ്? ഈ ഷാഫ്റ്റുകൾ തമ്മിൽ ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ് ഏതാണ് എന്നാണ് അല്ലേ. ഏതാണ് ഇപ്പം നമ്മൾ ഒരു ഷാഫ്റ്റിന്റെ ഒരു സെൻട്രൽ ലൈൻ ഇങ്ങനെ ആയിക്കോട്ടെ, ഒരു ഷാഫ്റ്റിന്റെ സെൻട്രൽ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ഷാഫ്റ്റ്, ഇതിലൊരു ഷാഫ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഷാഫ്റ്റ് പോകുന്നുണ്ട്. അടുത്തൊരു ഷാഫ്റ്റ് എന്താണ് ഇങ്ങോട്ടാണ് സെൻട്രൽ ലൈൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇതിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ജോയിന്റ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ജോയിന്റ്? പിവറ്റ് ജോയിന്റ് ആണോ, ഹിഞ്ച് ജോയിന്റ് ആണോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണോ, യൂണിവേഴ്സൽ ജോയിന്റ് ആണോ? നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ജോയിന്റ് ആണ് അല്ലേ. യൂണിവേഴ്സൽ ജോയിന്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ വാഹനത്തിൽ യൂണിവേഴ്സൽ ജോയിന്റ് കണ്ടിട്ടുണ്ട് അല്ലേ. പ്രൊപ്പല്ലർ ഷാഫ്റ്റും യൂണിവേഴ്സൽ ജോയിന്റും കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഡ്രൈവിന്റെ ട്രാൻസ്മിഷൻ ലൈനിൽ ഡ്രൈവ് ലൈനിൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ നമ്മളൊരു വാഹനത്തിന്റെ ഡ്രൈവ് ലൈനിൽ എന്തിനാണ്, ട്രാൻസ്മിഷനിൽ എന്തിനാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ ജോയിന്റ് കൊടുക്കുന്നത്? നമുക്കറിയാം നമ്മളെ വാഹനത്തിന്റെ ഗിയർ ബോക്സ് നിൽക്കുന്ന പൊസിഷൻ, ഗിയർ ബോക്സിൽ നിന്നാണ് ഡ്രൈവ് കൊടുക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻഷ്യൽ നിൽക്കുന്നത് കുറച്ചധികം താഴെ ആയിരിക്കും, കുറച്ചധികം വീലിന്റെ നമ്മൾ ആക്സിലിന്റെ ഹൈറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ. ഇതിലോട്ട് നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ബോക്സിൽ നിന്നും ഡിഫറൻഷ്യൽ യൂണിറ്റിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ടൊരു കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇവിടെയും ഒരു യൂണിവേഴ്സൽ ജോയിന്റ് എന്തായിട്ട് വരും, നിർബന്ധമായിട്ട് വരും. അങ്ങനെ നമുക്ക് യൂണിവേഴ്സൽ ജോയിന്റ് അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നതിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂണിവേഴ്സൽ ജോയിന്റ് കൊടുത്താൽ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും അല്ലേ. ഈ യൂണിവേഴ്സൽ ജോയിന്റ് ആൾസോ നോൺ ആസ് യു ജോയിന്റ് ഓർ ഹുക്സ് ജോയിന്റ്. അത് യൂണിവേഴ്സൽ ജോയിന്റ് ടൈപ്സ് പറയുന്നത് നമുക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹുക്സ് ജോയിന്റും സപ്പ ജോയിന്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റി, വേരിയബിൾ വെലോസിറ്റി ഒക്കെ ജോയിന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഈസ് എ മെക്കാനിക്കൽ കപ്ലിംഗ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് റോട്ടറി മോഷൻ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് മേ ബി ഇൻക്ലൈൻഡ് അറ്റ് എ ആംഗിൾ ടു ഈച്ച് അതർ. ഒരു സ്ട്രൈറ്റ് ലൈനിലല്ലാത്ത ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള റോട്ടറി മോഷൻ അല്ലെങ്കിൽ അവരുടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, യൂണിവേഴ്സൽ ജോയിന്റ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ. What is the angle between the steering axis and the vertical in the plane of the wheel? ഇത് നമ്മുടെ സ്റ്റിയറിംഗ് ജോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഈ ഭാഗത്തുനിന്ന് 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ കാസ്റ്റർ, ഓപ്ഷൻ ബി ക്യാമ്പർ, ഓപ്ഷൻ ബി സ്റ്റിയറിംഗ്, ഓപ്ഷൻ സി സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ, ഓപ്ഷൻ ഡി കിങ് പിൻ ഇൻക്ലിനേഷൻ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്റ്റിയറിംഗ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ സ്റ്റിയറിംഗ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ഇൻ ദ പ്ലെയിൻ ഓഫ് ദി വീൽ. ഞാൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇൻ ദ പ്ലെയിൻ ഓഫ് ദി വീൽ, അതായത് വാഹനത്തിന്റെ ടയറിന്റെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ, ടയർ സൈഡിലാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഇത് ടയറായിട്ട് വിചാരിക്കുക, ടയറിന്റെ വശങ്ങളിൽ നിന്ന് നോക്കുന്നതും ഇതൊരു ടയർ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതും അല്ലെ, ടയർ റോഡിലുണ്ട് ഇങ്ങനെയാണ് ടയറിന്റെ ഗ്രിപ്പ് വരുന്നത്, ഇങ്ങനെ ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതും തമ്മിൽ നമുക്കുള്ള ആംഗിളിന് നല്ല വ്യത്യാസം, ആ ഒരു പൊസിഷൻ വ്യത്യാസമുണ്ട്. ഇതും രണ്ട് ചോദിച്ചിട്ടുള്ളത് ടയറിന്റെ ടിൽറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ട്, ടയറിന്റെ അല്ലെങ്കിൽ കിങ് പിന്നിന്റെ ടിൽറ്റ് ഒക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇതിൽ കിങ് പിന്നിന്റെ ടിൽറ്റ് ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ നിന്നുള്ള ടിൽറ്റ് ഉണ്ടാവും. നമ്മൾ കിങ് പിൻ ഇൻക്ലിനേഷൻ ആണ് പറയാറുള്ളത്. ഇൻ ദ പ്ലെയിൻ ഓഫ് ദി വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വരുന്നത്. ഏറ്റവും ഇൻ ദ പ്ലെയിൻ ഓഫ് വീൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആൻസറെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ ക്യാസ്റ്റർ ആണ്. അപ്പൊ ഇനി എന്താണ് ക്യാസ്റ്റർ എന്നില്ല നോക്കാം. നമ്മളുടെ സ്റ്റിയറിംഗ് ആക്സിസ്, ഇതാണ് സ്റ്റിയറിംഗ് ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. ഈ സ്റ്റിയറിംഗ് ആക്സിസ് വെർട്ടിക്കൽ ലൈൻ കുത്തനെ നേരെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രൽ ക്യാസ്റ്റർ.
വെർട്ടിക്കൽ ലൈനിൽ നേരെ പറയുന്നത് ന്യൂട്രൽ കാസ്റ്റർ. ഇത് വെർട്ടിക്കൽ ലൈനിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ ആണ് ചെരിഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് കാസ്റ്റർ എന്നും നെഗറ്റീവ് കാസ്റ്റർ എന്നും പറയുന്നുണ്ട്. ഈ എങ്ങനെയാണ് പോസിറ്റീവ് കാസ്റ്റർ എങ്ങനെയാണ് നെഗറ്റീവ് കാസ്റ്റർ എന്നുള്ളത് തീരുമാനിക്കാം. ഇത് ചെരിയുന്ന, അതായത് ഇത് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റോട്ടിൽ ജോയിന്റ് ആകുന്ന, റോട്ടിൽ സന്ധിക്കുന്ന ബിന്ദു ഉണ്ടാവുമല്ലോ, ആ പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റ് വെർട്ടിക്കൽ ലൈനിന്റെ ഫ്രണ്ടിലാണെങ്കിൽ, ഇത് നമ്മൾ വാഹനം തന്നെ വരച്ചെങ്കിൽ നിനക്കറിയാം ഇതിന്റെ ഫ്രണ്ട് എങ്ങോട്ടാന്ന് മനസ്സിലാക്കാനാട്ടോ. ഫ്രണ്ട് ഇങ്ങോട്ടാണ് വാഹനത്തിന്റെ, ഈ ഒരു വെർട്ടിക്കൽ ലൈനിന്റെ ഫ്രണ്ടിലോട്ടാണ് ആ പോയിന്റ് ജോയിന്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് കാസ്റ്റർ എന്നും. അത് ആ വെർട്ടിക്കൽ ലൈനിന് പിന്നിലോട്ടാണ് ജോയിന്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നെഗറ്റീവ് കാസ്റ്റർ എന്നും. അതിനെ നമ്മൾ പറയുന്നതാണ് നെഗറ്റീവ് കാസ്റ്റർ എന്നും. ന്യൂട്രൽ കാസ്റ്റർ എന്ന് പറയുന്നത് നേരെ വെർട്ടിക്കലായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ചെരിവില്ലാത്തതിനാണ് നമ്മൾ ന്യൂട്രൽ കാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് ആക്സിസ് വെർട്ടിക്കലിൽ നിന്നുള്ള ടിൽറ്റിനെ നമ്മൾ പറയുന്നത് ഇൻ ദ പ്ലെയിൻ ഓഫ് വീൽ. നമ്മൾ എവിടെ നിന്നാണ് ഈ വീലിന്റെ പ്ലെയിനിൽ നിന്ന്, അല്ലെ, വശങ്ങളിൽ നിന്നാണ് നോക്കുന്നത്, വാഹനത്തിന്റെ വശങ്ങളിൽ നിന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മൾ കാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ക്യാമ്പർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ കാസ്റ്റർ ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ, കിങ് പിൻ ഇൻക്ലിനേഷൻ ഉണ്ട്, അല്ലെ. കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. കിങ് പിൻ ഇൻക്ലിനേഷൻ ഉണ്ട്. ഇനി കിങ് പിൻ ഇൻക്ലിനേഷനും ക്യാമ്പറോടും കൂടിയത് ഒരു ഇൻക്ലൂഡർ ആംഗിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സ്റ്റിയറിംഗ് ജോമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വന്നു. സോ ആ ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്തായാലും നിർബന്ധമായിട്ടും ശരിക്കും പഠിച്ചു വെക്കണം. അപ്പോൾ പോസിറ്റീവ് കാസ്റ്റർ എന്താ, നെഗറ്റീവ് കാസ്റ്റർ എന്താ, ന്യൂട്രൽ കാസ്റ്റർ എന്താ എന്നുള്ള കൂടിയും ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. സോ ആൻസർ എന്ന് പറയുന്നത് കാസ്റ്റർ ആണ്. ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഗ്നിഷൻ സിസ്റ്റം പഠിക്കാണ്ട് അതിൽ മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിലെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം ഹാസ് മോർ മെയിൻ്റെനൻസ് പ്രോബ്ലംസ്. ഓപ്ഷൻ ബി, മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം occupies more space. ഓപ്ഷൻ സി, മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം ഹാസ് എ പുവർ ക്വാളിറ്റി ഓഫ് സ്പാർക്ക് ഡ്യൂറിങ് സ്റ്റാർട്ടിങ്. ഓപ്ഷൻ ഡി വരുന്നത് മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ലാർജ്ലി ഇൻ 4 വീൽസ്. അപ്പോൾ മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം എല്ലാവർക്കും എന്താണെന്ന് ഉണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് ഉണ്ടാവും, അല്ലേ. നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം തന്നെ ചിന്തിച്ചാൽ മതി. അത് പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ബാറ്ററിയിൽ നിന്ന് പവർ കൊടുക്കുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പവർ ലഭിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഇതിലെ നെഗറ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് പവർ ഉൽപ്പാദിപ്പിക്കുന്ന പവറിന്റെ കുറവ്, അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആൻസർ വന്നിട്ടുണ്ടാവും മാഗ്നെറ്റോ സിസ്റ്റം ഹാസ് പുവർ ക്വാളിറ്റി ഓഫ് സ്പാർക്ക് ഡ്യൂറിങ് സ്റ്റാർട്ടിങ്, അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മെയിൻ്റെനൻസ് പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല, മെയിൻ്റെനൻസ് പ്രോബ്ലം കുറവാണ്. ബാറ്ററിയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നെറ്റോക്ക് മെയിൻ്റെനൻസ് ഇല്ല, സ്പേസ് കൂടുതൽ അങ്ങനെ വേണമെന്നില്ല. ഇതൊക്കെ എന്താണ് കറക്റ്റ് ആയിരുന്നു. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെയാണ് സ്റ്റാർട്ടിംഗ് എന്ന സമയത്ത് ഉണ്ടാക്കുന്ന സ്പാർക്കിന്റെ ക്വാളിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് കുറഞ്ഞ രീതിയിലുള്ള സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The ignition timing is affected by dash. Combustion chamber design, throttle opening, engine temperature, all of the mentioned. ക്വസ്റ്റ്യനിൽ നിന്ന് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും, കൂടുതൽ എക്സ്പ്ലെയിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ ഇഗ്നിഷൻ ടൈമിങ് എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മൾ ഇഗ്നിഷൻ ടൈമിങ്, ഇഗ്നിഷൻ ഡിലേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്യൂവലിൻ്റെ കമ്പസ്റ്റിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കമ്പസ്റ്റിൻ ചേംബർ ഡിസൈനെ എഫക്റ്റ് ചെയ്യുമോ? കമ്പസ്റ്റിൻ ചേംബർ ഡിസൈൻ പല രീതിയിലുള്ള കമ്പസ്റ്റിൻ ചേംബർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. പ്രീ കമ്പസ്റ്റിൻ ചേംബർ, ടർബുലൻസ് കമ്പസ്റ്റിൻ ചേംബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ കമ്പസ്റ്റിൻ ചേംബർ ഡിസൈനെ അതിനെ എഫക്റ്റ് ചെയ്യും. ത്രോട്ടിൽ ഓപ്പണിങ്, ത്രോട്ടിലിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ടൈമിംഗ് അനുസരിച്ചും ആ ത്രോട്ടിൽ എത്രത്തോളം ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചും എഞ്ചിൻ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഇഗ്നിഷൻ ടൈമിംഗ് എഫക്ട് ചെയ്യും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, ആൾ ഓഫ് ദി മെൻഷൻഡ്. ഈ പറഞ്ഞതെല്ലാം തന്നെ ഇഗ്നിഷൻ ടൈമിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 28th ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പ്ലൈ റേറ്റിംഗ് റെഫേഴ്സ് ടു? ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? നമ്മളെ ടയറുമായി ബന്ധപ്പെട്ട്, അല്ലേ. ടയർ അല്ലെങ്കിൽ വീൽ ഓർ ടയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. വീൽസ് ആൻഡ് ടയർസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഭാഗം പഠിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്, ടയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടയറുമായി ബന്ധപ്പെട്ടുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലേ. തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടയറിന്റെ സ്പെസിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ടയറിൻ്റെ സ്പെസിഫിക്കേഷനാണ് ചോദിച്ചിട്ടുണ്ടായത്. ടയറിൻ്റെ സ്പെസിഫിക്കേഷനിലെ ചെറിയൊരു കാര്യം എന്താണ് അത് എന്നില്ല. ആസ്പെക്ട് റേഷ്യോ ആയിരുന്നു ക്വസ്റ്റിന്. ആസ്പെക്ട് റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ചോദിച്ചാൽ എന്താ പ്ലൈ റേറ്റിംഗ് എന്ന് പറയാറില്ല. ഈ പ്ലൈ റേറ്റിംഗ് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആസ്പെക്ട് റേഷ്യോ, ഓപ്ഷൻ ബി റേറ്റഡ് സ്ട്രെങ്ത്, ഓപ്ഷൻ സി റെക്കമെൻഡഡ് ഇൻഫ്ലേഷൻ പ്രഷർ, ഓപ്ഷൻ ഡി ദ ആക്ച്വൽ നമ്പർ ഓഫ് പ്ലേസ്. സിമ്പിൾ ആൻസർ ആണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം പ്ലേ റേറ്റിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ഉണ്ടാകും പറ്റും. എന്തായാലും ആസ്പെക്ട് റേഷ്യോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. റെക്കമെൻഡഡ് ഇൻഫ്ലേഷൻ പ്രഷറും അല്ല എന്ന് പറയാം. ഈ പ്ലേ റേറ്റിംഗ്സിന്റെ നമ്പർ ഓഫ് പ്ലേസിനെ കുറിച്ചാണോ? നമ്പർ ഓഫ് പ്ലേസ് നമ്മൾ കർക്കാസസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി റേറ്റഡ് സ്ട്രെങ്ത് അല്ലേ. ആ ഒരു വാഹനത്തിന്റെ പ്ലേ റേറ്റിംഗ് ഒരു ടയറിന്റെ പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത് ആ ടയറിന്റെ സ്ട്രെങ്ത്തിനെ, ആ കാര്യത്തെയാണ് എന്ത് പറയുന്നത്? പ്ലേ റേറ്റിംഗ് പറയുന്നത്. സോ ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വിച്ച് ടൈപ്പ് ഓഫ് ദി വീൽസ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് എ ട്യൂബ്ലെസ് ടയർ? ഓപ്ഷൻ എ ഡിസ്ക് വീൽ, ഓപ്ഷൻ ബി ലൈറ്റ് അലോയ് വീൽ, ഓപ്ഷൻ സി വയർ വീൽ, ഓപ്ഷൻ ഡി കോമ്പോസിറ്റ് വീൽ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് വീൽസ്, ഏത് ടൈപ്പ് ഓഫ് വീൽസ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ട്യൂബ്ലെസ് ടയർ? ഒരു ട്യൂബ്ലെസ് ടയർ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത വീൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീൽ ഉണ്ട്. നമ്മൾ നോർമലി പറയാറ് ഡിസ്ക് വീല്, അതേപോലെ തന്നെ വയർ വീല്, അലോയ് വീല്. ഈ അലോയ് വീലിൽ തന്നെ കോമ്പോസിറ്റ് വീലും അതേ ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്, ലൈക്ക് കാസ്റ്റ് അതിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ 4 ടൈപ്പ് വീൽസ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇതിനെ നമ്മൾ നോർമലി ഡിസ്ക് വീൽ എന്നാണ് പറയുന്നത്. ഇത് വയർ വീലാണ് അല്ലേ. വയർ വീൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഹബിൽ നിന്ന് നമ്മുടെ ഡിസ്കിന്റെ റിമ്മിലോട്ട് കുറെ സ്പോക്കുകളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ആ സ്പോക്കുകൾ വെച്ചിട്ടായിരിക്കും വയർ വീല് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് ലൈറ്റ് കാസ്റ്റ് ചെയ്തെടുക്കുന്ന അലോയ് കൊണ്ട് നിർമ്മിക്കുന്ന കാസ്റ്റ് അലോയ് സ്റ്റീൽസ് ആണ്. മൂന്നാമത്തെ കാസ്റ്റ് അലോയ് ടയേഴ്സ് ആണ് നമ്മൾ കാസ്റ്റ് അലോയ് വീൽ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് അല്ലേ. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീലിനെ നമുക്ക് ട്യൂബ്ലെസ് ടയറിനെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ ടയർ അറ്റാച്ച് ചെയ്ത ട്യൂബ്ലെസ് ടയറിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ട്യൂബ്ലെസ് ടയർ എന്ന് പറയുമ്പോൾ എന്താണ്? ട്യൂബിന്റെ അകത്ത് എയർ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ട്യൂബ് ഉണ്ടായിരിക്കില്ല. നമ്മളുടെ ഈ റിമ്മിന്റെ ഗ്യാപ്പും അതോടൊപ്പം തന്നെ ടയറിന്റെ കൂടിയും ഇടയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? എയർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ എയർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇതിന്റെ എഡ്ജിലൂടെയോ അല്ലെങ്കിൽ സൈഡിലൂടെ ഒന്നും പുറത്തോട്ട് പോകാൻ പറ്റില്ല. സ്ട്രെങ്ത്തിൽ പക്ക ആയിട്ട് നിൽക്കണം അല്ലേ. അതാണല്ലോ ട്യൂബ്ലെസ് ടയറിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എയർ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മൊത്തം എയർ പോകില്ലേ. പക്ഷെ അങ്ങനെയുള്ള കേസിൽ ഈ വയർ വീലിന്റെ കേസിൽ നോക്കൂ. വയർ വീലിന്റെ കേസിൽ ഈ വയറിന്റെ ഈ സ്പോക്കുകളൊക്കെ വരുന്നത്, വയേഴ്സ് അല്ലെങ്കിൽ സ്പോക്കുകളൊക്കെ വരുന്നത്, സ്പോക്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇതിനും സ്പോക്ക് തന്നെയാണ് പറയാറുള്ളത്. ഈ വയേഴ്സ് ഒക്കെ വരുന്നത്, കമ്പികളൊക്കെ വരുന്നത് അവിടെ ഈ ഒരു റിമ്മിലോട്ടാണ്. റിമ്മ് നമ്മൾ ഈ കമ്പിൽ എത്ര സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അവിടെ ചില ഗ്യാപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് നല്ലൊരു കുഴിയിലൊക്കെ വീഴുന്ന സമയത്ത് ഇതിനൊക്കെ ബെൻഡൊക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ ഹോൾ ക്രിയേറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ക്രിയേറ്റ് ആയി അങ്ങനെ ഒരു ഹോൾ അവിടെ പെട്ടെന്ന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എയർ ഫുള്ള് അതിനുള്ളിലൂടെ ലീക്ക് ഔട്ടായി പോയി ടയർ ഫ്ലാറ്റ് ആവും, പഞ്ചറാകാൻ അല്ലെങ്കിൽ എയർ ഫുള്ള് പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ എന്താണ്, വയർ വീലുകളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ട്യൂബ്ലെസ് ടയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ചില ആളുകൾ ഇതിൻ്റെ പുറത്തുകൂടെ ഈ കമ്പി പോകുന്ന ഭാഗത്തു കൂടെ നല്ലൊരു ഫ്ലാപ്പുമാരില്ല ടൈറ്റായിട്ടൊക്കെ കെട്ടിയിട്ട് സീൽ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ട്. പക്ഷെ ജനറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി വയർ വീലിലാണ് കറക്റ്റ് ആൻസർ അല്ലേ. വയർ വീലിൽ കനോട്ട് ബി യൂസ്ഡ് വിത്തിൻ ട്യൂബ്ലെസ് ടയർ. അപ്പോൾ വയർ വീൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്യൂബ് ടയേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ആർ ദ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം? ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിലെ എസെൻഷ്യൽ കമ്പോണൻസ്. എനിക്ക് തോന്നുന്നു ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ തോന്നുന്നുണ്ട്. ഇത് മാഗ്നറ്റോന്ന് ഓൾറെഡി ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഇഗ്നിഷൻ സിസ്റ്റത്തിൽ കുറച്ചൊരു കാര്യം ഡിസ്ട്രിബ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിലെ എസെൻഷ്യൽ കമ്പോണൻസ്, അതിലെ എസെൻഷ്യൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബാറ്ററി, ഓപ്ഷൻ ബി ഇഗ്നിഷൻ സ്വിച്ച്, ഓപ്ഷൻ സി ബെല്ലാസ്റ്റ് റെസിസ്റ്റർ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി മെൻഷൻഡ് അല്ലേ. ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ ബാറ്ററി നിർബന്ധമായിട്ടുള്ളത് ഇഗ്നിഷൻ സിസ്റ്റം അതിലുള്ള ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. റെസിസ്റ്ററും ബെല്ലാസ്റ്റ് റെസിസ്റ്ററും അതിലെ ഒരു എസെൻഷ്യൽ കമ്പോണൻസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോവ് ആണ് നമുക്ക് ആൻസർ വരിക. ഫസ്റ്റ് ബാറ്ററി ഉണ്ട്, ദെൻ ഇഗ്നിഷൻ സിസ്റ്റം ഉണ്ട്, ബെല്ലാസ്റ്റ് റെസിസ്റ്റർ നമ്മുടെ കാണിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് മോട്ടറും അത് ഇഗ്നിഷൻ കോയിലും ഡിസ്ട്രിബ്യൂട്ടറും അങ്ങനെയുള്ള എല്ലാതും ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഒരു ലേ ഔട്ടാണ് ഇപ്പം നിങ്ങൾ ഫിഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ എല്ലാം തന്നെ ഇനി ജസ്റ്റ് ഇഗ്നിഷൻ കോയിലും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പെട്ടതാണ്.
ഏതാണ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു ലേ ഔട്ട് വെച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ. കാരണം നമുക്കറിയാം ഈ ഡിസ്ട്രിബ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഉള്ളിലെ CB പോയിന്റ്, ക്യാം അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഇഗ്നീഷൻ കോയിലിലെ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ളത് ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏത് ടൈപ്പ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി മെൻഷൻഡ് ഈ മൂന്നും കാര്യങ്ങളും നമ്മുടെ ഒരു ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The licensing authority may refuse to issue a conductor's license. ഒരു ഓപ്ഷൻ സി നോക്കാം. If the applicant does not possess the minimum education qualification, if the medical certificate produced by the applicant disclose that he is physically unfit to act as a conductor. Option C ആയിരുന്നു if any previous conductor's license held by the applicant was revoked, all of the above. അപ്പോൾ ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഇത് നമുക്ക് ശരിക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് നിന്ന് വന്നതാണോ ചോദിച്ചാൽ അതിൽ നിന്ന് വന്നതാണെന്ന് പറയാം. പക്ഷേ ശരിക്കും നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ സിലബസ് വരുന്ന സമയത്ത് അതിലെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിൽ നിന്ന് ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്, ലൈസൻസിങ് അതോറിറ്റി മേ റിഫ്യൂസ് ടു ഇഷ്യൂ എ കണ്ടക്ടർ ലൈസൻസ്. ഒരു കണ്ടക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, റിഫ്യൂസ് ചെയ്യാം. എന്തൊക്കെ കാരണം കൊണ്ട്? ഓപ്ഷൻ എ പറയുന്നത് ഇഫ് ദ അപ്ലിക്കൻറ്റ് ഡസ് നോട്ട് പോസസ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ആൾക്ക് വേണ്ട മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി അപ്ലിക്കൻറ്റ് ഈസ് ഫിസിക്കലി അൺഫിറ്റ് ടു ആക്ട് ആസ് എ കണ്ടക്ടർ. ഒരു ഈ അപ്ലിക്കൻറ്റ് കൊടുത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നില്ല നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, അത് ഒരു കണ്ടക്ടറായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ചുമതല ഏൽക്കാനുള്ള കാര്യത്തിൽ ഫിസിക്കലി അൺഫിറ്റ് ആണ് എന്നുള്ള ഇത് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കലി അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസിന് റിഫ്യൂസ് ചെയ്യാം അല്ലേ, ഇഷ്യൂ ചെയ്യാതെ വെക്കാം. Then any previous conductor's license held by the applicant is revoked. ഇതിന് മുന്നേ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടക്ടർ ലൈസൻസ്. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവോക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിവോക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ കണ്ടക്ടർ ലൈസൻസും സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ലൈസൻസിങ് അതോറിറ്റിക്ക് കണ്ടക്ടർ ലൈസൻസ് ചെയ്യുന്നതിനെ റിഫ്യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 ഓപ്ഷൻസും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വൺ ഓഫ് ദി മേജർ എക്സോസ്റ്റ് എമിഷൻസ് ഫ്രം CI എൻജിൻസ് കമ്പയർഡ് ടു SI എൻജിൻസ്? SI എൻജിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ CI എൻജിൻസിലെ മേജർ എക്സോസ്റ്റ് എമിഷൻസ് എന്താണ് എന്നുള്ള ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓപ്ഷൻ ബി പർട്ടിക്കുലേഴ്സ്, ഓപ്ഷൻ സി CO ആൻഡ് CO2, ഓപ്ഷൻ ഡി അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ ക്യാൻസൽ ആയിട്ട് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്തത്. കാരണം ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ കൂടുതലധികം ചലഞ്ച് പോയൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്താണ് ഇതിൽ ജസ്റ്റ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. SI എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ CI എഞ്ചിന്, അതായത് നമ്മൾ പെട്രോൾ എഞ്ചിനേക്കാളും ഡീസൽ എഞ്ചിനിൽ മേജർ എക്സോസ്റ്റ് എമിഷൻ കണ്ടന്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പർട്ടിക്കുലേഴ്സ് ആണ് നോർമലി നമുക്ക് ആൻസറിൽ ഫസ്റ്റ് സമയത്ത് വന്നിട്ടുണ്ടായത്. പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ആൻസർ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പോയത് കൊണ്ടാണ് എന്ത് വന്നത്, ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്ത് പോയത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. For what purpose is rhodium used? Option A to reduce CO and HC, to reduce NOx, to reduce CO, to reduce HC. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് റോഡിയം ഈസ് യൂസ്ഡ്. ഇത് നമുക്ക് കുറച്ചധികം അറിയുന്ന അല്ലെങ്കിൽ കുറച്ചധികം ഡീപ്പായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ, ഈ റോഡിയൊക്കെ എവിടെ വരുന്ന ഭാഗമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ റോഡിയം, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഈ 3 കാര്യങ്ങൾ അത് നമ്മൾ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ഉള്ളിലാണ് വാഹനത്തിൽ നോർമലി വരുന്നത്. അപ്പോൾ എന്താണ് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയണം? ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു 3-way കാറ്റലിറ്റിക് കൺവേർട്ടർ ആണ്. ഒരു 2-way കാറ്റലിറ്റിക് കൺവേർട്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു 3-way
കാറ്റലൈറ്റിക് കൺവേർട്ടർ ഉണ്ട്. കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിലെ ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയണം. നമുക്ക് എക്സോസ്റ്റ് ഗ്യാസ് ആയിട്ട് എഞ്ചിനിൽ നിന്ന് പുറത്തു വിടുന്ന ഗ്യാസുകൾ എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ആയിരിക്കും അല്ലെ. ശ്വസിച്ച് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന അതേ രീതിയിലുള്ള കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തുവിടുന്നത്. അപ്പോൾ ഈ പുറത്തുവിടുന്ന ഗ്യാസസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ അന്തരീക്ഷത്തിലോട്ട് വിഷവാതകമല്ലാതെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. നമ്മൾ എക്സോസ്റ്റ് ലൈനിലായിരിക്കും കാറ്റലൈറ്റിക് കൺവേർട്ടർ ഉണ്ടായിരിക്കുക. കാറ്റലൈറ്റിക് കൺവേർട്ടറിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടായിട്ടുള്ളത്. അതായത് ഒരു ഓക്സിഡൈസേഷൻ കാറ്റലിസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു റിഡക്ഷൻ കാറ്റലിസ്റ്റ് ഉണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ രണ്ടാമത്തെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡൈസേഷനും റിഡക്ഷനും കേട്ടോ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് അതിൽ ഓക്സിഡൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം പലേഡിയം ആണ് ഓക്സിഡൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റോഡിയം. ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം പലേഡിയം. 3-way കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം പലേഡിയം ഇതായിരിക്കും കെമിക്കൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാറ്റലൈറ്റിക് കൺവേർട്ടർ ഫിഗർ വെച്ചിട്ട് നമുക്കൊന്ന് പറയാം. എക്സോസ്റ്റ് ഗ്യാസ് ഹൈഡ്രോ കാർബൺ, നമ്മൾ HCCO NOx അല്ലെ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്, അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രജൻ കൂടുതൽ ഹൈഡ്രോ കാർബൺസ് ആണ് നോർമലി പുറത്തു വരുന്നത്, എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് പുറത്തു വരുന്നത്. ദെൻ ഔട്ട് പോകുന്ന സമയത്ത് ഇതിനുള്ളിൽ ഇവിടെ റിഡക്ഷൻ കാറ്റലിസ്റ്റ് ഫോർ എലിമിനേറ്റ് NOx ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റിഡക്ഷൻ കാറ്റലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓക്സിഡൈസേഷൻ കാറ്റലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാർബൺ മോണോക്സൈഡിനെയും കാർബൺ ഡയോക്സൈഡും ഹൈഡ്രോ കാർബൺസിനൊക്കെ മാറ്റുന്നതിന് വേണ്ടി. എന്നിട്ട് ഇതെല്ലാം മാറിയിട്ട് എന്താവും, നമുക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന സമയത്ത് HCയും അതേപോലെ തന്നെ CO-യും NOx-ഉം ആണ് എഞ്ചിന് പുറത്തു വിടുന്നത്. ഇത് ഈ കാറ്റലിസ്റ്റിക്ക് കൺവേർട്ട് ചെയ്തിട്ട് പുറത്തു വരുന്ന സമയത്ത് പിന്നെ എന്തായിട്ടും H2യും കാർബൺ ഡയോക്സൈഡും അതോടെ തന്നെ നൈട്രജനും ആയിട്ട് മാറും. കാർബൺ മോണോക്സൈഡിന് ഒരു ഓക്സിജൻ കൂടിയും കയറിയിട്ട് കാർബൺ ഡയോക്സൈഡ് ആവും, പിന്നെ H2O ആവും, അതോടൊപ്പം തന്നെ N2 ആവും, നൈട്രജൻ ആയിട്ട് മാറും. ഇതാണ് കാറ്റലൈറ്റിക് കൺവേർട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റോഡിയം ഈസ് യൂസ്ഡ് ടു റിഡ്യൂസ് CO ആൻഡ് HC, ടു റിഡ്യൂസ് NOx, ടു റിഡ്യൂസ് CO, ടു റിഡ്യൂസ് HC. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, റിഡക്ഷൻ കാറ്റലിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ടു റിഡ്യൂസ് NOx, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാറ്റലൈറ്റിക് കൺവേർട്ടറിൽ റോഡിയം യൂസ് ചെയ്യുന്നത്. ഇവിടെ കാറ്റലൈറ്റിക് കൺവേർട്ടർ ആണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടില്ല, റിഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റോഡിയം യൂസ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ റിഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ ആ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 2-way കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്താണ്, ഒരു 3-way കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. What are the types of multi-point fuel injection system? അതിൻ്റെ ടൈപ്സ് ഫസ്റ്റ് ഓപ്ഷൻ എ പറയുന്നത് പോർട്ട് ഇഞ്ചക്ഷന്, ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷന്, പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷന്, നൺ ഓഫ് ദി മെൻഷൻഡ്. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്താ, MPFI അല്ലേ, MPFI മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. എന്തൊക്കെയാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ? ഇത് ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പോർട്ട് ഇഞ്ചക്ഷൻ, ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളത്. PSC ആൻസർ കീ പ്രകാരം ഓപ്ഷൻ C ആണ്, പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ. ഓപ്ഷൻ രണ്ടും ആണ് MPFIയുടെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് MPFI സിസ്റ്റത്തിൽ വരുന്നതാണ്. പോർട്ട് ഇഞ്ചക്ഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ സിസ്റ്റം. അത് നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. By means of EFI systems, electronic fuel injection systems, one can achieve the precise control of fuel injection quality, injection rate during various stage of injection pressure during injection, all of the mentioned. By means of electronic fuel injection systems എന്താണ് നമുക്ക് അതിൽ പ്രിസൈസ് ആയിട്ടുള്ള എന്തിനൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാളിറ്റി, ഇഞ്ചക്ഷൻ റേറ്റ് ഡ്യൂറിങ് വേരിയസ് സ്റ്റേജ് ഓഫ് ഇഞ്ചക്ഷൻ പ്രഷർ ഡ്യൂറിങ് ഇഞ്ചക്ഷൻ, അതേപോലെ തന്നെ ഓൾ ഓഫ് ദി മെൻഷൻഡ്. അപ്പോൾ അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ
ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഓൾ ഓഫ് ദി അബവ് അല്ലേ. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാണ്ടിറ്റി ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാണ്ടിറ്റി അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാളിറ്റി ആണ് കേട്ടോ ജസ്റ്റ്. അപ്പോൾ EFI സിസ്റ്റം പ്രിസിസിലി മീറ്റർ ഹൗ ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട് ആൻഡ് സെൻസേഴ്സ് അല്ലേ. ത്രോട്ടിൽ പൊസിഷൻ സെൻസറും ഓക്സിജൻ സെൻസറും എഞ്ചിൻ ടെമ്പറേച്ചറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത്, എത്ര ക്വാളിറ്റിയിൽ എത്ര ക്വാണ്ടിറ്റിയിൽ ഇഞ്ചക്ട് ചെയ്യണം എന്നുള്ളത് EFI നോക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ റേറ്റ് ഡ്യൂറിങ് വേരിയസ് സ്റ്റേജ് ഓഫ് ഇഞ്ചക്ഷൻ, ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഇഞ്ചക്ഷൻ ഉണ്ടാവും. പൈലറ്റ് ഇഞ്ചക്ഷൻ, മെയിൻ ഇഞ്ചക്ഷൻ, പോസ്റ്റ് ഇഞ്ചക്ഷൻ, നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചുണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചും അതിൻ്റെ റേറ്റ് ഓഫ് കൺട്രോൾ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൂട്ടാനും കുറക്കാനും കാര്യങ്ങൾക്കൊക്കെ EFIക്ക് എന്ത് ചെയ്യുന്നു സാധിക്കും. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ പ്രഷർ അനുസരിച്ച് EFI systems especially in common rail directed injection system or gas direct injection can control fuel pressure using electronically controlled pumps and injector. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി മെൻഷൻഡ്. ഇത് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാളിറ്റി, അതേപോലെ തന്നെ അതിലെ ഇഞ്ചക്ഷൻ റേറ്റ്, അതോടൊപ്പം തന്നെ ഇഞ്ചക്ഷൻ പ്രഷർ, ഈ 3 കാര്യങ്ങളും. അത് കൂടാതെ ഉണ്ട്, പക്ഷേ ഈ 3 ഓപ്ഷൻ വന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റ് 3 അതിൽ വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. The next ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ ജനറലി പവേർഡ് ബൈ ഓപ്ഷൻ എ അലുമിനിയം ബാറ്ററീസ്, ഓപ്ഷൻ ബി ലെഡ് ആസിഡ് ബാറ്ററീസ്, ഓപ്ഷൻ സി സോഡിയം ബാറ്ററീസ്, ഓപ്ഷൻ ഡി മാഗ്നീഷ്യം ബാറ്ററീസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആൻസറിൽ ഓപ്ഷനിൽ നോക്കാൻ തപ്പിക്കൊണ്ടിരിക്കുക, നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക ലിഥിയം അയോൺ ബാറ്ററി ഇല്ലേ എന്നാണ് നോക്കുക അല്ലേ. ലിഥിയം അയോൺ ബാറ്ററി ഇതിൽ പറഞ്ഞിട്ട് തന്നെയല്ല. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ ജനറലി പവേർഡ് ബൈ. പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നോർമലി ഇത് ഓപ്ഷൻ, പിന്നെ ഇതിൽ നിന്ന് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലെഡ് ആസിഡ് ബാറ്ററി ഉള്ളൂ. കാരണം ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില പ്രൈസ് കുറഞ്ഞ വാഹനങ്ങളൊക്കെ കുറച്ചൊക്കെ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. സോ ലെഡ് ആസിഡ് ബാറ്ററി ആണ് പിന്നെ ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരിക. പക്ഷേ ഈ PSCയുടെ ക്വസ്റ്റ്യൻ്റെ ഇതിൽ വരുന്ന സമയത്ത് ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു ആദ്യം ഓപ്ഷനിൽ വന്നത്. ദെൻ പിന്നീട് എന്തായിട്ടു ഈ സോഡിയം ബാറ്ററിക്ക് സാധ്യതയുണ്ട്, മാഗ്നീഷ്യന് പറയുന്നുണ്ട്. കൊമേഴ്ഷ്യലി വാഹനം നിർമ്മിക്കുന്നതിൽ ഒരിക്കലും എന്തില്ല ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ലെഡ് ആസിഡും ലിഥിയം അയോണും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലെഡ് ആസിഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് പറയാൻ പറ്റില്ല, ലിഥിയം അയോൺ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യലി. പിന്നെ ഇതിൽ ലിഥിയം അയോൺ ആണെങ്കിൽ ഓപ്ഷൻസിൽ വന്നിട്ടില്ല ലെഡ് ആസിഡ്. പിന്നെ ആദ്യ കാലങ്ങളിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ കൊമേഴ്ഷ്യലി ഇപ്പോൾ നമ്മളുടെ നാടുകളിൽ ഒരു ബെസ്റ്റ് പ്രൈസിന് കിട്ടി തുടങ്ങിയത് ഈ ഒരു കാലത്തായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ എന്നുള്ള രീതിയിൽ നമ്മളതിനെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when was the first electric car invented? ഫസ്റ്റത്തെ ഇലക്ട്രിക് കാർ എന്നാണ് കണ്ടുപിടിച്ചത്? 1830, നമ്മൾ 1985, 1932, 1945. നമുക്ക് ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഭാഗമുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈലാണ്. നമ്മൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കും. ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈലിൽ എന്തൊക്കെ പഠിക്കും? കാൾ ബെൻസ് ആരാണ്, നിക്കോളാസ് ഓട്ടോ ആരാണ്, റുഡോൾഫ് ഡീസൽ ആരാണ്, അവരെ കണ്ടുപിടിച്ച വാഹനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമൊബൈലിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ഇലക്ട്രിക് കാർ കണ്ടെത്തിയ ആളുടെ പേരും അതോടൊപ്പം തന്നെ അത് ഏകദേശം ഏത് വർഷത്തിലായിരുന്നു എന്നുള്ളത്. ഒരു നിശ്ചിത ഇടവേള ഇട്ടിട്ടാണ്, ഒരു 2-3 വർഷം ഒന്നിച്ചാണ് നിന്നിട്ടാണ് വരുന്നത്. പക്ഷെ അത് ഇൻവെന്റ് ചെയ്ത് പാറ്റന്റ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അനൗൺസ് ചെയ്യുന്ന സമയത്തെ വർഷമാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. വൈൽ സെവറൽ ഇൻവെന്റേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, റോബർട്ട് ആൻഡർസൺ ഈസ് ജനറലി ക്രെഡിറ്റഡ് വിത്ത് ദ ക്രിയേറ്റിംഗ് ഫസ്റ്റ് ക്രൂഡ് ഇലക്ട്രിക് കാരിയേജ് ബിറ്റ്വീൻ 1832 ആൻഡ് 1839. 1839 അദ്ദേഹം എന്ത് ചെയ്തത്, അതിൻ്റെ ഇതെടുത്തത്, ഓതറൈസേഷൻ എടുത്തത്. അപ്പോൾ റോബർട്ട് ആൻഡർസൺ ആണ് അയാളുടെ പേര് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ 1832 ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, 1832 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം വർഷമൊക്കെ ആകുമ്പോൾ അധികം നമുക്ക് മൈൻഡിൽ നിൽക്കൂല. കുറച്ചധികം വർഷങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ ഹിസ്റ്ററിയിൽ ഓരോ വാഹനങ്ങൾ കണ്ടെത്തിയ വർഷങ്ങളും നമുക്കത് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, നമ്മൾ കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വെരി ഹൈ ഇഞ്ചക്ഷൻ പ്രഷേഴ്സ് ഓഫ് ഓർഡർ ഓഫ് ഡാഷ് ബാർ. ഓപ്ഷൻ എ
1000, ഓപ്ഷൻ ബി 1500, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി മെൻഷൻഡ്. ഈ പറഞ്ഞതിലൊന്നുമല്ല. കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലെ ഹൈ ഇഞ്ചക്ഷൻ പ്രഷറിൻ്റെ എത്ര ബാർ പ്രഷറാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് ചില പുസ്തകങ്ങളിൽ 1500 to 1600 അങ്ങനെ കാണാറുണ്ട്, 1600 to 2000 കാണാറുണ്ട്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത് 1500 ആണ് എന്നുള്ള രീതിയിലാണ് ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വന്നത്. സോ ഓപ്ഷൻ ബി 1500 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ദ ഡാഷ് സെൻസർ സെൻസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ എൻജിൻ സ്പീഡ്. ഒരു MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റത്തിൽ ഏത് സെൻസറാണ് എന്ത് ചെയ്യുന്നത്? എൻജിൻ സ്പീഡിൻ്റെ ഇൻഫർമേഷൻ നൽകുന്നത്. ഓപ്ഷൻ എ സ്പീഡ് സെൻസർ, ഓപ്ഷൻ ബി ഇഗ്നിഷൻ, ഓപ്ഷൻ സി എയർ ഫ്ലോ, ഓപ്ഷൻ ഡി എയർ ആൻഡ് മാസ് ഫ്ലോ സെൻസർ. ഇതിൽ ഏത് സെൻസറാണ് MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റത്തിൽ എൻജിൻ സ്പീഡിനെ കുറിച്ചുള്ള ഇത് കൊടുക്കുന്നതാണ്? ഓപ്ഷൻ ബി ഇഗ്നിഷൻ്റെ സിസ്റ്റം അല്ലെ ഇഗ്നിഷൻ സെൻസറാണ് എന്ത് ചെയ്യുന്നത് അല്ലേ MPFIയുമായി ബന്ധപ്പെട്ടില്ല. ഇൻ മെനി MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റംസ് എൻജിൻ സ്പീഡ്സ് ഈസ് ഓഫൻ ഡിറൈവ്ഡ് ബൈ ഇഗ്നിഷൻ സെൻസർ സച്ച് ആസ് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ വിച്ച് ഈസ് സംടൈംസ് കാൾഡ് ഇഗ്നിഷൻ സെൻസർ അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, അത് അധികം ആളുകൾക്ക് അറിയുണ്ടാവും അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷന് CPS എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാറുണ്ട് ക്യാം ഷാഫ്റ്റ് പൊസിഷനെ. അപ്പോൾ അതിനെ നമ്മൾ നോർമലി പറയുന്നത് ഇഗ്നിഷൻ സെൻസർ എന്നുള്ള കൂടെ ഉണ്ടോ. ദ ഇഗ്നിഷൻ സെൻസർ ഡിറ്റക്ട്സ് ദ പൊസിഷൻ ആൻഡ് റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ഓർ ക്യാം ഷാഫ്റ്റ് വിച്ച് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് എൻജിൻ സ്പീഡ്. നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വെഹിക്കിൾ എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ സ്പീഡ് സെൻസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിലേക്ക് സെൻഡ് ആവുന്നത്. സോ ഓപ്ഷൻ ബി ഇഗ്നീഷൻ ആണ് കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസസ് ദ ഫോട്ടോകെമിക്കൽ സ്മോഗ്? ഫോട്ടോകെമിക്കൽ സ്മോഗിനുള്ള കാരണം എന്താണ് എന്നാണ്? എക്സസ് O2, CO ആൻഡ് CO2. എക്സസ് O2 ആണ്. CO ആൻഡ് CO2. ഓപ്ഷൻ സി സൂട്ട് ആൻഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ. ഓപ്ഷൻ ഡി പറഞ്ഞ NOx ആൻഡ് HC. ഇതിൽ ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്ന ഇത് എന്താണ് എന്നുള്ളതാണ് അല്ലേ. സ്മോഗിന് എല്ലാത്തിനും പലതും കാരണമാകുന്നുണ്ട്. ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്നത് എന്ത് എന്നുള്ളതാണ് അല്ലേ. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഫോംഡ് വെൻ നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോ കാർബൺസ് react with the presence of sunlight, ultraviolet radiation. This reaction produces harmful and secondary pollutants like ozone ആൻഡ് അതർ ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ്. അപ്പോൾ എന്താണ് ഫോട്ടോകെമിക്കൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഓക്സൈഡ്സും ഹൈഡ്രോ കാർബൺസും എന്താണ് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്സ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ NOx ആൻഡ് HC അതാണ് നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെയൊക്കെ സ്മോഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോകെമിക്കൽ സ്മോഗ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NOxO HCO സൺലൈറ്റിൽ അറ്റ്മോസ്ഫിയറിൽ റിയാക്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗ് ക്രിയേറ്റ് ആവുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AMVAയിലെ കഴിഞ്ഞ തവണ നടന്ന AMVAയിലെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 40 ക്വസ്റ്റ്യൻസ് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.